ആരെയാണ് ഉപദേശിക്കേണ്ടത്, ഉപദേശം ആർക്കാണ് ഉപകാരപ്പെടുക. ഇനി ചെയ്ത തെറ്റുകൾ, തിന്മകളുടെ പാപക്കറയായിട്ട് അള്ളാഹു സീല് വെച്ച ചില ആൾക്കാരുണ്ടാവും. അവർക്കല്ലെന്തില്ല തുറന്നു കൊടുക്കൂല, ഹൃദയം തുറന്നു കൊടുക്കൂല. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുക്കൽ പോയിട്ട് സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അള്ളാഹുവിനെ പേടിക്കുന്ന, പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന ഹൃദയം ആർക്കുണ്ടോ അവരെയാണ് പ്രവാചകരെ താങ്കൾ ഉപദേശിക്കേണ്ടത് എന്നും പറഞ്ഞു. എന്നിട്ട് അള്ളാഹു ആ ഭാഗം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എന്തെയും അവർ ചെയ്തു വെച്ചതൊക്കെ അള്ളാഹു രേഖപ്പെടുത്തും. അതിൻ്റെ പ്രതിഫലം നാളെ ആഖിറത്തിൽ അള്ളാഹു തിന്മയാണെങ്കിൽ തിന്മയായിട്ടും നന്മയാണെങ്കിൽ നന്മയായിട്ടും അത് ബാക്കിയാവും. പിന്നെ അടുത്തൊരു ഘട്ടത്തിലേക്കാണ്. ഖുർആൻ എങ്ങനെയാണ്? ഒരു സൂറത്തന്നെ എന്തെയും ഒരു സംഭവം പറയും, പിന്നെ മറ്റൊന്നിലേക്ക് കിടക്കും, അങ്ങനെ മാറി മാറിപ്പോവും. ഇപ്പോൾ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരികയാണ്. അസ്ഹാബുൽ ഖറിയ ഒരു നാട്ടുകാരുടെ സംഭവമാണ്.